വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഒന്ന് ചിന്തിച്ചാൽ ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ. ഈശോയെ കൈകളിൽ എടുക്കുവാനും ഓമനിക്കാനും ഈശോയുടെ കൈക്ക് പിടിച്ച് നടത്താനും ഭാഗ്യം ലഭിച്ചവൻ. ഈശോയ്ക്കും പഴുത്ത അമ്മയായ മറിയത്തിനുമൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചവൻ. ഈശോയുടെയും പരിശുദ്ധ മറിയത്തിന്റെയും ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി അവരെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ചവൻ. അതെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിന്റെയും തിരുസഭയുടെയും കാവലാൾ ആയവൻ. ജോസഫ് എന്ന നാമത്തിന്റെ ഹീബ്രു ഭാഷയിലുള്ള മൂലാർത്ഥം വർദ്ധിപ്പിക്കുക എന്നാണ്. സ്വന്തം നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാതെ ദൈവമഹത്വം വർദ്ധിപ്പിക്കാൻ ഈ ലോകത്ത് അധ്വാനിച്ച മനുഷ്യന്റെ പേരാണ് യൗസേപ്പ്. ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ആ നീതിമാന്റെ സവിശേഷതകളെ നമുക്ക് ഈ സമയം ഹൃദയപൂർവ്വം ധ്യാനിക്കാം. ജോസഫ്, സ്വർഗീയ പിതാവിന്റെ നിഴൽ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പിതൃഹൃദയത്തോടെ എന്ന യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള അപ്പസ്തോലിക ലേഖനത്തിൽ യൗസേപ്പ് പിതാവിനെ എ ഫാദർ ഇൻ ഷാഡോസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈശോയോടുള്ള ബന്ധത്തിൽ യൗസേപ്പ് പിതാവ് സ്വർഗീയ പിതാവിന്റെ ഭൂമിയിലെ നിഴലായിരുന്നു. കുഞ്ഞിന് ജന്മം നൽകുന്നത് കൊണ്ട് മാത്രം ആരും നല്ല അപ്പനാകുന്നില്ല. മറിച്ച് ആ ശിശുവിനെ പരിപാലിക്കാനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്യം ഏറ്റെടുക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ പിതാവാകുന്നത്. സ്വർഗീയ പിതാവിന്റെ ഭൂമിയിലെ പ്രതിനിധിയായി ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിയ യൗസേപ്പ് എല്ലാ അർത്ഥത്തിലും നല്ല അപ്പനായിരുന്നു. സ്വർഗീയ പിതാവിന്റെ നിഴലായ വിശുദ്ധ യൗസേപ്പ് എന്ന ഈശോയുടെ പ്രിയ അപ്പയുടെ ജീവിതം നമ്മുടെ കുടുംബനാഥന്മാരുടെ ഹൃദയങ്ങളെ, അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോസഫ് പരിശുദ്ധ ത്രിത്വത്തിൽ ബന്ധിക്കപ്പെട്ടവൻ. പിതാവിന്റെ പ്രതിനിധിയും പുത്രന്റെ കാവൽക്കാരനും പരിശുദ്ധാത്മാവിന്റെ ആജ്ഞാനുവർത്തിയും എന്ന നിലയിൽ ജോസഫ് പരിശുദ്ധ ത്രിത്വവുമായി അഭേദ്യമാംവിധം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തിരുക്കുടുംബത്തെ പരിശുദ്ധ ത്രിത്വത്തിനെ ഭൂമിയിലെ പതിപ്പാക്കാൻ ജോസഫിന് സാധിച്ചു. ഈശോയും പരിശുദ്ധ കന്യാമറിയവും യൗസേപ്പ് പിതാവും പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ഒരുമയോടെ ജീവിച്ചപ്പോൾ ത്രിത്വ ജീവിതം ഭൂമിയിൽ ജീവിക്കാനാകുമെന്ന് നസത്തിലെ കുടുംബം തെളിയിച്ചു. അപരനെ സന്തോഷത്തോടെ സ്നേഹിക്കുകയോ സഹായിക്കുകയോ പരിചരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രതിഫലനമാണെന്ന് യൗസേപ്പ് പിതാവ് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും സഹായിച്ചും ജീവിക്കുന്ന കുടുംബങ്ങളും സമൂഹങ്ങളും പരിശുദ്ധ ത്രിത്വത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ആ പുണ്യജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രതിഫലനമായി തീരാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. ജോസഫ്, തിരുസഭയുടെ കാവലാൾ. വിശുദ്ധ യൗസേപ്പ് പിതാവിനെയാണ് സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി വണങ്ങുന്നത്. ലിയോ 12 പാപ്പ 1889 ആഗസ്റ്റ് 15 പുറത്തിറക്കിയ അപ്പസ്തോലിക കത്തിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. വിശുദ്ധ യൗസേപ്പ് തിരുകുടുംബത്തിന്റെ നാഥനാണ്. തിരുകുടുംബത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. മാതാവും ഈശോയും അടങ്ങിയ തിരുകുടുംബത്തിന്റെ വിപുലീകരണമാണ് തിരുസഭ. ഈ കാരണത്താൽ തന്നെ തിരുകുടുംബത്തിന്റെ പാലകനായ യൗസേപ്പ് പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി വണങ്ങുന്നു. വിശുദ്ധ യൗസേപ്പ് തിരുകുടുംബത്തെ കാത്തു സംരക്ഷിച്ചതുപോലെ തിരുസഭയെയും കാത്തു രക്ഷിക്കുമെന്ന് സഭ പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. തിരുസഭയെ പ്രത്യേകമായി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കേരള സഭയെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ നിർമ്മല ഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ജോസഫ് ദൈവം സൃഷ്ടിച്ച തനിമയിൽ ജീവിച്ചവൻ. എല്ലാ മനുഷ്യരും ഒറിജിനലായി ജനിച്ചവരാണ്. പക്ഷേ പലരും ഫോട്ടോ കോപ്പികളായി മരിക്കുന്നു. 15-ാം വയസ്സിൽ ലുക്കീമിയ ബാധിച്ചു മരിച്ച വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ വാക്കുകളാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ ദൈവപിതാവ് സൃഷ്ടിച്ച തനിമയാൽ തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു യൗസേപ്പ് പിതാവ്. കപടതയോ വഞ്ചനയോ ഇരട്ട സ്വഭാവമോ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ ജീവിച്ച ആരുടെയും ഫോട്ടോ കോപ്പിയാകാൻ അവൻ പരിശ്രമിച്ചില്ല. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും നിലകൊള്ളുകയായിരുന്നു അവന്റെ കടമയും ഉത്തരവാദിത്വവും. ദൈവം നമുക്ക് നൽകിയ തനിമയിൽ ജീവിച്ച് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ നമുക്ക് യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥം നേടാം. ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ മാതൃകയും ആദർശവുമായി തീർന്നവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിന്റെ രൂപം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. ദൈവസ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും അഭിരുചികളും മാറ്റിവെച്ച് ഹൃദയങ്ങളിൽ മന്ത്രിക്കുന്ന ദൈവസ്വരത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ യൗസേപ്പ് പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. അഭിനയങ്ങളില്ലാതെ ജീവിക്കുകയും ന്യായീകരിക്കാതെ കേൾക്കുകയും മുറിപ്പെടുത്താതെ സംസാരിക്കുകയും ചെയ്ത യൗസേപ്പിന്റെ ജീവിതം നമുക്ക് എന്നും പ്രചോദനമാകട്ടെ. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ തിരുനാൾ ആശംസകൾ.